കുത്തത്തില്ലേ? HS വിഭാഗം സംഘനൃത്തം ഉടൻ തന്നെ വേദി ഒന്നിൽ ആരംഭിക്കുന്നതാണ്. കോഡ് നമ്പർ 309, 310, 311 റെഡിയായി പെൺഡ്രൈവുകൾ തയ്യാറാക്കി വെക്കണമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുക. ആവേശകരമായിട്ടുള്ള മത്സരങ്ങളും വലിയ ഒരു കൂടിച്ചേരലുമാണ് ഇന്നുള്ളത്. അപ്പോൾ ഹൈറേഞ്ചിൻ്റെ ഒരു സാംസ്കാരിക കലാപരമായ ആ ഒരു ഔന്നിത്യം പ്രകടിപ്പിക്കുന്ന ഒരു ഉത്സവമായി ഈ കലോത്സവം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ നമ്മുടെ മേഖലയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷേ കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്ന ധാരാളം കുട്ടികൾ കലാരംഗത്ത് പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള അത് അവരുടേതായ തലത്തിൽ എന്താ പറയുക ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ സാധ്യമാകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് ഈ കലാമത്സരങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ഈ കലോത്സവത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആവേശകരമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സ്കൂൾ കലോത്സവം അതിനപ്പുറത്ത് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. അത് ജനങ്ങളെല്ലാവരും ഒരുമിച്ച് അതങ്ങ് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ്. എല്ലാം മറന്ന് ഓണം ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ കലോത്സവത്തിൻ്റെ കാര്യത്തിൽ എല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ചുള്ള ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഒരു നമ്മുടെ നാട് കണ്ട ഇടുക്കി എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ മലയോര ജില്ല കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കൂടിച്ചേരൽ ഒന്നായി ഈ കലോത്സവം മാറിയിട്ടുണ്ട്. ജനങ്ങളുടെ ഉയർന്ന പാർട്ടിസിപ്പേഷൻ അവരിത് ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. നല്ല നിലയിൽ തന്നെ ഈ കലോത്സവം നമ്മൾ പോയി എന്നുള്ളത് ഇവിടെ എല്ലാവിധ ആശംസകളും ഈ കലോത്സവമായി ബന്ധപ്പെട്ട് മുൻ വർഷങ്ങളിലൊക്കെ ഡിക്കോഴ വിവാദം ശക്തമായിരുന്നു. ഈ പ്രാവശ്യം അതിന് തെളിവുകൾ സഹിതം പുറത്തു വന്നു. വിദ്യാർത്ഥി സംഘടന, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ഇന്നലെ കലോത്സവ നഗരിയിലേക്ക് പ്രകടനം നടത്തി. അവർ ആരോപിക്കുന്നത് കോൺഗ്രസ് അനുകൂല സംഘടനയാണ്, ഇതിൻ്റെ സംഘാടക സമിതിയുടെ സംഘടനയാണ്, അവരൊത്തുകൊണ്ടാണ് ഈ കോഴ ഉണ്ടായത് എന്ന വിവാദമൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യത്തിൽ തന്നെ പ്രശ്നമില്ല. അതായത് കലോത്സവം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ചേർന്നതാണ്. അതിനകത്ത് കോൺഗ്രസ് എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പരാതി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ സാഹചര്യങ്ങൾ അപ്പോൾ അതിൻ്റേതായ നിലയിൽ അത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആളുകളുടെ ഈ ഉയർന്ന പാർട്ടിസിപ്പേഷനും വിജയത്തിൻ്റെ അടിസ്ഥാനവും എന്നുള്ളതാണ് സംശയമില്ല. അങ്ങനെ മറ്റു കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ ഈ കോഴ വിവാദം എല്ലാ വർഷവും ജില്ലാ കലോത്സവങ്ങളും സംസ്ഥാന കലോത്സവങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അതിൻ്റെ ശക്തമായ ഡിജിറ്റൽ രേഖകൾ തിരഞ്ഞെടുത്തു. അതിനോട് ഞാൻ കൃത്യമായി മനസ്സിലാക്കി പറയുന്ന പോലെ പൊതുവെയുള്ള ഒരു അറിവ് മാത്രമേ കാരണം അത് പരിശോധിക്കേണ്ട ഒരാളല്ല. അധികാരികൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പരിശോധിച്ച് ഞാൻ പറയുന്ന ആരോപണം ഉയർന്നു വരാൻ പാടില്ലാത്തതാണ്. അപ്പം അത് നേരിൽ ഉണ്ടാവാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഉണ്ടോ ഇനി ഉണ്ടാകാത്തത് അനാവശ്യമായ പ്രചരണമാണ്. അതായത് നമ്മൾ ഈ വിവാദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ഇതൊരു എന്താ പറയുക ഒരു സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമാണ്. നാടിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിൻ്റെ ഒരു സന്ദർഭമാണ്. ആ ഒരു നിലയിൽ തന്നെ പരിപാടി മുന്നോട്ട് പോകട്ടെ. ഈ കലോത്സവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ കുറേ പ്രോട്ടോക്കോൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് കുറേ വിവാദങ്ങളും വാർത്തകളും ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് താങ്കളുടെ സഭാ സമ്മേളനത്തിൽ നിന്ന് കിട്ടുന്നത്. അല്ല, ഞാൻ സത്യത്തിൽ അങ്ങനെ ഒരു ഏതെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടില്ല. സംഘാടക സമിതിയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇത് തന്നെയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു ചോദ്യവും പറച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരുടെയും ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് എല്ലാവരെയും പ്രേരിപ്പിച്ചുകൊണ്ട് എന്നെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കാം. സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സമാപന സമ്മേളനത്തിൽ ഞാൻ ഉണ്ടാകും. കാരണം ഞാൻ കട്ടപ്പനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മാധ്യമ പ്രവർത്തനം അവിടെ CHR വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ യൂണിയൻ്റെ പ്രതിഷേധ പരിപാടി ഞാനാണ് പറയുന്നത്. മാത്രമല്ല ഈ പരിപാടി 7 മണിക്ക് നടക്കുന്നത് ഞാൻ രാവിലെ തന്നെ മനസ്സിലാക്കി. 7 മണിക്ക് ശേഷമേ വരാൻ നിർവാഹമില്ലാത്തത് കൊണ്ട്
നടത്താൻ പോകുന്നു എന്ന് കണക്കിലെടുത്താണ്. ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്തം CHR വിഷയത്തിൽ LDF പറയുന്നത് കോൺഗ്രസിൻ്റെ കാലത്താണ് ഈ വന നിയമങ്ങളും പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചതെന്നാണ്. അത് പരിഹരിക്കാനായിട്ട് കോൺഗ്രസ് ഭരണം പിന്നീട് ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? ഈ നാട്ടിലെ ജനങ്ങളെ എല്ലാ കാലവും കള്ളം പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോടതിയിൽ സർക്കാരിൻ്റെ അഭിഭാഷകൻ 2009 സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വിധി പ്രസ്താവന ഉയർത്തി കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പട്ടയ നടപടി മരവിപ്പിച്ച തീരുമാനം ഉണ്ടാകുമായിരുന്നു. CHR ഉൾക്കൊള്ളുന്ന 20,000 ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകാൻ പരമോന്നത സുപ്രീം കോടതി അനുമതി നൽകിയത് 2009 പ്രത്യേകമായ ഉത്തരവിലൂടെയാണ്. ആ ഉത്തരവാണ് ഇപ്പോൾ ഖണ്ഡിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഉത്തരവെങ്കിലും ചൂണ്ടിക്കാണിക്കാനുള്ള വിവേക ബോധ്യം സർക്കാർ അഭിഭാഷകന് ഉണ്ടാകേണ്ടതായിരുന്നു. സർക്കാരിനുണ്ടായ വീഴ്ച എന്നുള്ളത് സ്പഷ്ടമാണ്. അത് ആര് വിചാരിച്ചാലും മറച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ല. വെറുതെ ഐക്യജനാധിപത്യ മുന്നണിയെയും കോൺഗ്രസിനെയും നിലപ്പുറയും എന്നെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് തടികെടാതെ രക്ഷപ്പെട്ടു പോകാമെന്നുള്ള ഈ ആഗ്രഹമാണ് സർക്കാർ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്. അവരെല്ലാം എന്താണ് ഈ ജനങ്ങളെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സമീപനവുമായി ഒരു ശൈലിയുടെ ഉടമസ്ഥരായതുകൊണ്ട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ ഏതായാലും ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. അത് സർക്കാരിൻ്റെ വീഴ്ച കൊണ്ടുണ്ടായി. അതിന് എത്ര കുറച്ച് വയ്ക്കാൻ ശ്രമിച്ചാലും അത് അങ്ങനെയല്ലെന്ന് പറയാൻ പറ്റില്ല. ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സർക്കാർ മാത്രം വിചാരിച്ചാൽ മതി. കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ തന്നെയാണ്, ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല. ഇനിയെങ്കിലും സുപ്രീം കോടതിയെ നീതിപൂർവമായി സമീപിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി പട്ടയ നടപടി മരവിപ്പിച്ച് പിൻവലിക്കാനുള്ള നടപടിയുണ്ടാവും. 2024 ഫെബ്രുവരി മാസത്തിലാണ് LA പട്ടയം മരവിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിറക്കി. ഈ സർക്കാർ ഇന്ന് വരെ ഒരു എതിർ സത്യവാങ്മൂലം പോലും നൽകിയിട്ടില്ല. അതിനവർ മറുപടി പറയുന്നില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കാര്യത്തിലും അവർ മറുപടി പറയുന്നില്ല. ഈ വീഴ്ചകളൊക്കെയാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ ദുര്യോഗം പേര് നടക്കാൻ നമ്മളെയൊക്കെ ആ ഒരു നിലയിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത് വസ്തുതയാണെന്ന് സംശയിക്കുന്നു.